അപ്പൊ ഇന്ന് നമ്മൾ ഒരു ബ്രൗൺ റൈസ് ആണ്, സിനമൺ നമ്മുടെ കറുവാപ്പട്ട ബ്രൗൺ റൈസ് ആണ് ചെയ്യുന്നത്. അപ്പം ഈസി ടേസ്റ്റി ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു റൈസ് സീരീസ് ആണ് നടക്കുന്നത്. അപ്പൊ എല്ലാവരും മറ്റ് വീഡിയോസ് എല്ലാം കാണണം. സിമ്പിൾ ആണ്. ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പഞ്ചസാര വേണം, പിന്നെ കറുവാപ്പട്ട വേണം, ഇത്രയും മാത്രം. പിന്നെ അരി, അറിയാലോ, അരി വേണം. ഇത്രയും മാത്രം മതി. നമുക്കൊരു നല്ല ചോറ് ചെയ്തിടാം. പിന്നെ ഗാർണിഷിങ്ങിന് നമ്മുടെ ഒനിയൻ വറുത്തത്, ഇത്രയും മാത്രം മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഇതിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൽ 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഒരു 30 മിനിറ്റ്സ് റൈസ് എന്ത് ചെയ്യണം, നമ്മൾ കഴുകി വാരി 30 മിനിറ്റ്സ് കുതിരാൻ വെക്കണം കേട്ടോ. ഒരു 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഇത് ഞാൻ സൺഫ്ലവർ ആണ്, ഇതല്ലാത്ത, അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഷുഗറും. ഇത് എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ആണ് ഉണ്ടായിരുന്നത്. ബ്രൗൺ ഷുഗർ ഇടുന്ന, വൈറ്റ് ഷുഗർ ആയാലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് കാരമലൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒന്ന് കരിഞ്ഞു പോകരുതേ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ചെറുതായിട്ട് എന്താ പറയുക, വെള്ളം ഒഴിച്ചു കൊടുക്കണം. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. അത് മേളിലേക്ക്, ഇതുപോലെ മേളിലേക്ക് തെറിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് എന്താ, മേളിലേക്ക് നമുക്ക് ഇങ്ങനെ തിളച്ച് പൊങ്ങില്ലേ, അതുപോലെ വരും. അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. 1 കപ്പ് അരിയെ എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചോളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ആ വെള്ളം ഒന്ന് നല്ലപോലെ തിളക്കട്ടെ. തീ കുറച്ച് വെച്ചിട്ട് അരി ഇടണം കേട്ടോ. അരി ഇടുമ്പോൾ കൈ പൊള്ളാതെ ഒന്ന് നോക്കണം കേട്ടോ. കാരണം കാരമലൈസ്ഡും കൂടെ ആണ്. അതുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയുക, അതിൻ്റെ കുറച്ചുകൂടെ ചൂട് കൂടുതലായിരിക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. അത് അവിടെ ഇരുന്ന് വേന്തോട്ടെ. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഗാർണിഷിങ്ങിനുള്ള പരിപാടി തുടങ്ങാം. ഞാൻ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നേർത്തതായിട്ടൊന്ന് അരിയണം കേട്ടോ. ഉള്ളിയുടെ ഈ കാമ്പ് എടുത്ത് കളയണം. എന്നിട്ട് ഫൈൻ ചോപ്പിങ്. ഇടയ്ക്ക് നമ്മുടെ അരി ഒന്ന് ഇളക്കി കൊടുക്കണേ, അടിയിൽ പിടിക്കാതെ. ഞാനിവിടെ ഓനിയൻസ് നമ്മൾ സോട്ട് ചെയ്തെടുക്കില്ലേ, അത് ബട്ടറിലാണ് കേട്ടോ. അതിപ്പോൾ എണ്ണയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓനിയൻ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ റൈസ് കാരമലൈസ്ഡ് ആയതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല, ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അത് ചെറുതീയിലിരുന്ന് അങ്ങനെ. ഇത് നമ്മൾ ചെയ്യുമ്പോഴേ നല്ലപോലെ വലിയ ഇതിനൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ എണ്ണയിലിട്ട് തന്നെ വറുക്കുന്നത് കേട്ടോ. എനിക്ക് എണ്ണയിലേക്ക് ഇത് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ചെറിയ ഇത് മതിയത് കൊണ്ട് ഞാൻ അധികം എന്താ പറയുക, എണ്ണയോ ഇത് ഉപയോഗിക്കുന്നില്ല. ഇതിലിരുന്ന് സമയമുണ്ടല്ലോ നമുക്ക്, ഇതിരുന്നൊന്ന് ബ്രൗൺ നിറമായിട്ട് വരട്ടെ. നമ്മുടെ റൈസ് 1/4 വേഗമായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആ കറുവപ്പട്ട ഇങ്ങെടുത്ത് മാറ്റാം കേട്ടോ. കാരണം കൂടുതൽ ആ കറുവപ്പട്ട കുത്തൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പേ നിങ്ങൾക്ക് ചെയ്യാം. ഞാനായിട്ട് ഇപ്പം നമ്മുടെ കറുവപ്പട്ട ഇങ്ങെടുത്ത് മാറ്റുന്നുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമ്മുടെ ബ്രൗൺ റൈസ് റെഡി ആയിട്ടുണ്ട്. കാരമലൈസ്ഡ് സിനമൺ ബ്രൗൺ റൈസ്. പേരൊക്കെ വലുതാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. ഗാർണിഷ് ചെയ്യാൻ നിങ്ങൾ എന്ത് വെച്ചാലും ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇത് കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ, റേസിൻസ് എന്ത് വെച്ചും ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇവിടെ കപ്പലണ്ടി വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒറ്റൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? ചെറിയൊരു മധുരവും പിന്നെ ഉള്ളിയുടെ ടേസ്റ്റും, ഒരു കപ്പലണ്ടി കൂടെ കഴിക്കാം.
എൻ്റെ ബിഹൈൻഡ് ദ സീൻ ക്യാമറമാൻ നടാഷ പി ഡാനിയലാണ്. പുള്ളിക്കാരി എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ബിരിയാണി റൈസൊക്കെ സോറി ഞാൻ കഴിച്ചു തന്നു കേട്ടോ. കറുവപ്പട്ടയുടെ ടേസ്റ്റ് ചിലർക്ക് കറുവപ്പട്ട കുത്തുന്ന ഒരു ടേസ്റ്റ് വരും. അപ്പം സ്പൈസസിനൊക്കെ അങ്ങനെയാണല്ലോ, കുറച്ച് കഴിയുമ്പം അപ്പം കുത്തുന്ന ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3/4 വേഗമാകുമ്പം കറുവപ്പട്ട നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്കത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ വേഗുന്ന ഫുൾ വേവിൽ ഇടാം. പിന്നെ ഈ ബിരിയാണി റൈസിനെല്ലാം ബസ്മതി റൈസിനെല്ലാം ഒരു 30 മിനിറ്റ്സ് നമ്മൾ കുതിരാൻ ഇട്ടിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആവി ആക്കാനും ഇടുന്നത് നന്നായിരിക്കും. ഒരു ഒട്ടലില്ലാതെ കിട്ടും. കാരണം നമ്മൾ കുതിരാൻ ഇട്ട് കഴുകി കളയുമ്പോൾ തന്നെ കുറച്ച് സ്റ്റാർച്ച് പോവും. അപ്പം അത് അധികം എന്താ പറയുക സ്റ്റിക്കി ആയിട്ട് വരില്ല. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബ്രൗൺ റൈസ് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ നമ്മുടെ ഒരു ഊർജം ഇനി മുന്നോട്ട് പോകാനും ചെയ്യാനും ഒക്കെ. അപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മേലിൽ കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.